കഴിഞ്ഞ 18 ദിവസമായി നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ നട്ടെല്ലായ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടരുകയാണ്. ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങളിൽ ഒരു ഒത്തുതീർപ്പാവുന്നില്ല. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണം എന്ന NHM നിർദ്ദേശം ഉണ്ടെങ്കിലും സമരക്കാർ ഇതുവരെ അത് പാലിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. സമരം പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് ആശാ വർക്കർമാർ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഈ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പല കണക്കുകൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും ഇടത് സർക്കാരിന് എന്ന രീതിയിൽ ഒരു ചിന്തയൊട്ട് ഉണ്ടാവുന്നുമില്ല. കോൺഗ്രസ് സമരം ഏറ്റെടുക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ആശാ വർക്കർമാർ ഇത് രാഷ്ട്രീയമില്ലാത്ത സമരമാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? എങ്ങനെ മുന്നോട്ട് പോകാൻ? ഇന്നിപ്പോൾ ആലപ്പുഴയിലൊക്കെ സമരം നടക്കുന്നുണ്ടല്ലോ. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ 18ാം ദിവസം അവർ തീരുമാനിക്കുന്നത്? ശ്രീജ, സമരം ഒത്തുതീർപ്പിന്റെ ഒരു സാധ്യതയുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. 18ാം ദിവസത്തിലേക്ക് കടക്കുന്നു. മാത്രമല്ല, ഇത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. ഈ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസും BJPയും വലിയ പിന്തുണ ഈ സമരത്തിന് നൽകുന്നു. മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അവിടെ പ്രതിപക്ഷവും BJPയും ഒക്കെ ആശാ വർക്കർമാരോടൊപ്പം, ഈ സമരം ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. സർക്കാരാകട്ടെ ഇതിൽ വലിയ രാഷ്ട്രീയം കാണുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നാടകമാണ് എന്ന നിലയ്ക്കാണ് സർക്കാർ ഇതിനെ കാണുന്നത്. മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആശമാരും ഇപ്പോഴും ഫീൽഡിലുണ്ട്. അവർ അവരുടെ ജോലികൾ ചെയ്യുന്നു എന്ന ഒരു കണക്കാണ് CIT വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ആശാ വർക്കർമാർ പറയുന്നത്. 26,000 ആശമാർ ഉള്ളതിൽ ഏതാണ്ട് 21,000-ലധികം പേരും ഇപ്പോഴും ജോലിയെടുക്കുന്നുണ്ട്. അതിന്റെ കണക്കുകളാണ് അവർ പുറത്തുവിടുന്നത്. കാരണം ഈ സർവേയുമായി ബന്ധപ്പെട്ട്, അതിന്റെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് ശൈലിയുടെ സർവേയാണ്. അതിന്റെ കണക്കുകളാണ് പുറത്തുവിടുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് എൻട്രികൾ ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു. എങ്ങനെയാണ് സമരമെങ്കിൽ ഇത്രയും എൻട്രികൾ വരുന്നതെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ മറുവശത്ത് ഒരു മാനുഷിക വശത്തോടുകൂടി ഇവരുടെ പ്രശ്നം പരിഹരിക്കണം. സമരം ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്നത് ന്യായമായ കാര്യമാണ്. അത് പരിഹരിക്കണമെന്ന ഒരു വാദം ഒരു ഭാഗത്ത് ഉണ്ട്. അവരുടെ ഓണറേറിയം തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്. അത് കുടിശ്ശികയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഉള്ള കുടിശ്ശിക 3 മാസത്തോളം ഉള്ള കുടിശ്ശികയുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, 21,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം. പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്ന ആവശ്യം. ഇതെല്ലാം തന്നെയാണ് ഈ ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. പക്ഷെ സർക്കാർ അവിടെ എടുക്കുന്നൊരു നിലപാട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സേവന വേതന വ്യവസ്ഥകൾ കൂടുതലുള്ളത്, മെച്ചപ്പെട്ട നിലയിലുള്ളത് കേരളത്തിലാണ്. അതിന്റെ കണക്കുകളും പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല, ആശമാരെ ഇതുവരെ ഒരു ഒരു സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജീവനക്കാർ ആ നിലയ്ക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇത് കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള ഒരു സ്കീമാണ്. അത് കേന്ദ്ര സർക്കാരാണ് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. ഇത് അല്ലാതെ ഈ നമ്മൾ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലൊക്കെ വരുന്ന ഒരു കാറ്റഗറി, ആ നിലയ്ക്കുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം, പാലിയേറ്റീവ് എന്നൊക്കെ വരുന്ന തരത്തിലുള്ള സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പേറോളോ അല്ലെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങളോ ഒക്കെ വരണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സമരം ചെയ്താൽ തങ്ങളും അതിന്റെ ഭാഗമാകാം എന്ന് ആരോഗ്യമന്ത്രി അടക്കം പറയുന്നുണ്ട്. പാർലമെന്റിന് മുന്നിൽ ഒരു സമരം സംഘടിപ്പിച്ചാൽ, ഡൽഹിയിൽ ഒരു സമരം സംഘടിപ്പിച്ചാൽ മന്ത്രി അടക്കം അവിടെ വന്ന് ഈ സമരത്തിന്റെ ഭാഗമാകാം എന്ന കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിനെതിരെ ഒരു ബദൽ സമരവുമായി രംഗത്ത് വരാനും CIT വിഭാഗം ആലോചിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സമരം നടത്താനാണ് അവരുടെ ആലോചന. പക്ഷേ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നേതാക്കളുടെ പരാമർശങ്ങളാണ്. പ്രത്യേകിച്ച് ഇളവരം കരീം കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തുന്ന ചില പ്രസ്താവനകൾ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് പെൺപിള്ളെ ഒരുമൈ സമരം നടത്തിയതുപോലെ അങ്ങനെ ആസൂത്രിതമായി കൊണ്ടുവരുന്ന ഒരു സമരമാണ്, ഈർക്കിലി സംഘടനയാണ് അവരുടെ സമരം എന്ന കഴിഞ്ഞ ദിവസത്തെ പരാമർശം. ഇതിൽ തിരക്കഥയാണ്, നാടകമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായും സമരക്കാരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. NHMന്റെ ഭാഗത്ത് നിന്ന്
ഇവർ സമരം അവസാനിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ തിരികെ ജോലിയിൽ കയറണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ സമരക്കാർ കൂട്ടാക്കിയിട്ടില്ല. അവിടെ സർക്കാർ കാണുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സർക്കാർ എടുക്കാൻ പോകുന്നൊരു നടപടി ഇവർക്ക് പകരം മറ്റ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആശമാരുണ്ട്, അവർക്ക് അധിക ജോലിയായി നൽകുക, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് കൂടുതൽ ആളുകളെ വിന്യസിക്കുക. അങ്ങനെ ഉണ്ടായില്ലെങ്കിലുള്ള ഒരു ഭവിഷ്യത്ത് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളാണ് പല പദ്ധതികളായി വരുന്നത്. ഇത് സമയത്ത് ഇതിൻ്റെ സർവേയും മറ്റ് നടപടികളും പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് കൈമാറിയില്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് ഓരോ കാലഘട്ടത്തിലായി കിട്ടേണ്ട തുകയുണ്ട്. ആ തുക വെട്ടിക്കുറയ്ക്കുന്ന നിലയിലേക്ക് കേന്ദ്രം പോകും. അത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യരംഗത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ആദ്യം സമരം അവസാനിപ്പിച്ച് ഈ പ്രവൃത്തികളിൽ ഏർപ്പെടുക, പിന്നീട് ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാം എന്ന ഒരു നിലയിലേക്കാണ് സർക്കാർ പോകുന്നത്. മാത്രമല്ല, ഇപ്പോൾ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ആശാ വർക്കർമാരോടൊരു സമീപനം കാണിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന വാദവും ഉയർത്തുന്നു. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് കോൺഗ്രസ് ഈ സമരവുമായി മുന്നോട്ട് പോകും. പല ജില്ലകളിലായി ഇതൊരു സമരം ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് വലിയ തോതിൽ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു സമരപരിപാടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന കാര്യം കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തായിരുന്നു സമരമെങ്കിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം പല ജില്ലകളിലായി ആശമാരുടെ സമരം വ്യാപിച്ചിരുന്നു. പിച്ചതണ്ടൽ സമരം ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോയിരുന്നു. മറ്റ് ജില്ലകളിൽ ഈ സമരം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ സമരം ചെയ്യുന്ന പ്രതിഷേധിക്കുന്ന വിഭാഗത്തിന്റെ തീരുമാനം. ശ്രീജ, വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി.